ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. 2018 വേൾഡ് കപ്പ് ദിദിയർ ദശാംസിന് കീഴിൽ നേടാൻ സാധിച്ചിട്ടുള്ള ടീമാണ് ഫ്രഞ്ച് ദേശീയ ടീം. പക്ഷേ കഴിഞ്ഞ തവണ തലനാരിഴക്ക് അത് അവർക്ക് നഷ്ടമാവുകയും ചെയ്തു. അതായത് അർജന്റീനയോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് ഫ്രാൻസിന് നഷ്ടമായത്. പക്ഷേ ഇത്തവണ അത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഫ്രഞ്ച് ദേശീയ ടീം വരുന്നത്. ദശാംസ് തന്നെയാണ് ഇപ്പോഴും അവരുടെ പരിശീലകൻ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഇപ്പോൾ ബ്ലീച്ചർ റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട്. അതായത് വരുന്ന വേൾഡ് കപ്പിൽ ഫ്രാൻസിന്റെ പോസിബിൾ 11 എങ്ങനെയായിരിക്കും അത് അവർ വിശകലനം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് മൈക്ക് മൈഗ്നൻ ആണ് വരിക. അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. AC മിലാന്റെ ഗോൾ കീപ്പറാണ് ഇദ്ദേഹം. മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നുണ്ട്. ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഹൂൾസ് കൂണ്ടയെ നമുക്ക് പ്രതീക്ഷിക്കാം. FC ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് ഹൂൾസ് കൂണ്ടെ. ഇനി സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ ആഴ്സണലിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന വില്യം സാലിബ അവിടെയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു താരം ഡയോട്ട് ഉപമക്കാനോയാണ്. ബയേണിന് വേണ്ടി കളിക്കുന്ന താരമാണ് ഉപമക്കാനോ. ഈ രണ്ട് താരങ്ങളായിരിക്കും സെന്റർ ബാക്ക് പൊസിഷനിൽ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ലുക്കാസ് ഡിഗ്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് ലുക്കാസ് ഡിഗ്നെ. അതുപോലെ തന്നെ ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായിക്കൊണ്ട് നമുക്ക് കമവിംഗയെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. റയലിന്റെ താരമാണ് കമവിംഗ. അതുപോലെ തന്നെ ചുവാമിനി അവിടെയുണ്ട്. റയലിന്റെ മറ്റൊരു താരമാണ് ചുവാമിനി. ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടായിരിക്കും മധ്യനിരയിൽ ഇപ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായിക്കൊണ്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ റയാൻ ചെർക്കി ആയിരിക്കും. മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ചെർക്കി നടത്തുന്ന ഒരു പ്രകടനം അത് എടുത്തു പറയേണ്ടതാണ്. നല്ല രൂപത്തിൽ ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നുണ്ട്. ഇനി റൈറ്റ് വിങ്ങർ ആയിക്കൊണ്ട് മിഷേൽ ഒലീസയെ നമുക്കിപ്പോൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ബയേൺ മ്യൂണിക്കിന്റെ താരമാണ് ഒലീസ. അദ്ദേഹം ഈ സീസണിൽ ക്ലബിനും രാജ്യത്തിനും വേണ്ടി ആകെ 41 മത്സരങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് 19 ഗോളുകളും 19 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ നമുക്ക് ഡെംബലയെ പ്രതീക്ഷിക്കാം. PSG സൂപ്പർ താരമാണ്, ബാലൻഡിയോർ ജേതാവാണ്. നല്ല രൂപത്തിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. പരിക്കുകളാണ് ഒരു പ്രശ്നമായിക്കൊണ്ട് വരുന്നത്. ഇനി സെൻട്രൽ ഫോർവേഡ് ആയിക്കൊണ്ട് മറ്റാരുമല്ല, കിലിയൻ എംബപ്പെ തന്നെയാണ്. റയലിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് കിലിയൻ എംബപ്പെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ സീസണിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന താരങ്ങളിൽ ഒരാൾ അത് കിലിയൻ എംബപ്പെ തന്നെയാണ്. ഇങ്ങനെ വരുമ്പോൾ മികച്ച ഒരു 11 അവകാശപ്പെടാൻ ഇപ്പോൾ ഫ്രഞ്ച് ടീമിന് കഴിയുന്നുണ്ട്. ശക്തമായ ഒരു നിര തന്നെയാണ്. വേൾഡ് കപ്പ് നേടാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.